ഇപ്പൊ കുറച്ച് ഈ വിശ്വാസത്തിന് എതിരെ വരുന്ന കുറച്ച് ആളുകൾ ഇതെല്ലാം ഒരു ഇറിറ്റേഷൻ ആക്കുന്ന രീതിയിലേക്ക് ഒരു മെസ്സേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഉച്ചഭാഷണി മറ്റുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ല, എന്തിനാണ് അത്ര ഒച്ചത്തിൽ വെക്കുന്നത്, ആ ബാങ്ക് കൊടുക്കുന്നത് ആ പള്ളിയുടെ അകത്ത് കേട്ടാൽ പോലെ, അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് ശരിക്കും സാറിന്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണോ ശരിയാണോ? അത് പലപ്പോഴും ഈ തീവ്രമായ ശബ്ദമാണ്. അതിനെ ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, മുനിസിപ്പാലിറ്റി എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അതിനകത്ത് പിഴ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കോടതികളാണെങ്കിൽ വിധിച്ച് തളർന്നു കിടക്കുകയാണ്. ഇതൊന്നും ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ വിശ്വാസികൾ അമ്പലം, പള്ളി, മോസ്ക് എന്ന് പറഞ്ഞ് അവർ ഒന്നിച്ചുകൂടി അവരുടെ ദൈവത്തിനെ പൊട്ടനായിരിക്കാം, ഐ ഡോണ്ട് നോ, സോ ദേ വാണ്ട് സൗണ്ട്. പിന്നെ അവർ പാരായണം, വായന, ആ കേൾക്കുന്നവർക്ക് എന്തോ കിട്ടും, പുണ്യം കിട്ടും എന്ന് പറയും. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് പുണ്യം. അപ്പം ഇതൊരു സാമൂഹ്യ ദുരാചാരമാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് റിസ്കുകളുണ്ട്. കാരണം ഈ അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റിയൊക്കെ വളരെ സായുധം. അവരെ ഈ മനുഷ്യർ ദൈവത്തിൻ്റെ കണക്കാവും. ഈ ഹിന്ദു മതത്തിലൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ, അവരുടെ കയ്യിൽ കോടാലി, മറ്റേത് മറിച്ചത് എല്ലാ സാധനവും ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യർ ദൈവങ്ങളുടെ കണക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഈ പരാതി കൊടുത്തവൻ്റെ മണ്ട തെറിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ നയിക്കുന്നത്.